ഡ്രോണുകളുടെ കാര്യത്തിൽ പേരുകേട്ടവരാണ് ഇറാൻ. ഡ്രോണുകളിൽ ഏറ്റവും മാരകമായതാണ് ഷാഹിദ് 136 ഡ്രോണുകൾ. ഇറാൻ്റെ കൈവശം ഇതിൻ്റെ വലിയൊരു ശേഖരം തന്നെയുണ്ട്. ഇതിൻ്റെ വേഗത മണിക്കൂറിൽ 20 കിലോമീറ്ററോളമാണ്. പക്ഷേ ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് ഇതിനെ റഡാറുകൾക്ക് പിടിക്കാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നിഷ്പ്രയാസം അടിച്ചിടാൻ പറ്റുമെന്നും ഇസ്രായേൽ വിശ്വസിക്കുന്നു. എന്നാൽ ഇറാൻ അയക്കുന്നത് 10 20 അല്ല, 100 200 എണ്ണോ ഒന്നിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് ചിലപ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതിൽ കുറച്ചെണ്ണം ഇറാൻ വിചാരിക്കുന്ന സ്ഥലത്തെത്തി മാരകമായ പ്രഹരശേഷി പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. 40-50 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഓരോ അയൺ ഡോമിലും അടങ്ങിയിട്ടുണ്ടാവും. ഇത് ചെന്ന് പതിക്കുന്ന സ്ഥലത്ത് അത് മാരകമായ സ്ഫോടനം നടത്തും. വൻപൻ കെട്ടിടങ്ങൾ തകർക്കാനുള്ള സ്ഫോടകശേഷി ഓരോ ഷാഹിദ് 136 ഡ്രോണിനുമുണ്ട്. വലിയ നാശം തന്നെയായിരിക്കും ഇത് വന്നു വീഴുന്ന സ്ഥലത്ത് സംഭവിക്കുക. മുൻപ് റഷ്യ-ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെതിരെ ഈ ഡ്രോണുകൾ വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയ നാശനഷ്ടങ്ങളാണ് ഉക്രൈനിൽ ഉണ്ടാക്കിയത്. ഇറാൻ നേരിടുന്ന വേറൊരു പ്രശ്നം, ഇറാൻ വിടുന്ന ഡ്രോണുകൾ അടിച്ചിടാൻ വേണ്ടി ജോർദാനും സിറിയയും കാത്തു നിൽക്കുന്നു എന്നതാണ്. ജോർദാൻ്റെയും സിറിയയുടെയും സൈന്യം ഇറാൻ വിടുന്ന ഡ്രോണുകൾ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നത് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വലിയൊരു വിപത്തിലേക്കാണ് ലോകത്തെ എത്തിക്കുക.